പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. വിശുദ്ധായത്തിൽപ്പെട്ട വൈദികരെ, ആദ്യ കുർബാന സ്വീകരിക്കുന്ന സ്നേഹമുള്ള വിശേഷ മാതാപിതാക്കളെ, സഹോദരരെ, ഇന്ന് എല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. അതിൻ്റെ കാരണം നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും ആത്മീയമായ പോഷണവും നൽകുന്ന ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങി അലങ്കൃതരായി മലകാമാരെ പോലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു മഹാ സംഭവമാണ് ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ദിനം. എന്നാൽ മനോഹരമായ വസ്ത്രങ്ങൾ, നന്മയെയും വിശുദ്ധിയെയും കാണിക്കുന്ന മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് വെണ്മയുള്ളവരായി, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും വെണ്മയുള്ളവരായി നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുപോലുള്ളൊരു സുദിനം പിന്നീട് ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. ആദ്യമായി ദിവ്യകാരുണ്യേശ്വരയെ സ്വീകരിക്കുന്ന ദിവസം കുട്ടികൾക്ക് എന്നും ഓർമ്മിച്ച് ഇരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതും മാമോദീസ സ്വീകരിക്കുമ്പോഴാണ്. നമുക്കറിയാം, മാമോദീസ നമ്മുടെ പാപങ്ങൾ, ജന്മപാപം, കർമ്മപാപം നീക്കി നമ്മെ ദൈവത്തിന്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ക്രൈസ്തവത്തിലേക്ക് കടന്നു വരുന്ന കൂദാശയാണ് മാമോദീസ എന്ന് നമുക്കറിയാം. അതുപോലെ അനുരഞ്ജനം എന്ന കൂദാശ ഉപസാരം എന്ന് പറയാറുണ്ട്, ഏറ്റുപറച്ചില്. അതുപോലെ അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് അനുരഞ്ജനം. അത് ദൈവവുമായിട്ട് അനുരഞ്ജനം വ്യക്തിക്ക് ആവശ്യമുണ്ട്, മറ്റു മനുഷ്യരുമായിട്ടുണ്ട്. പ്രമാണങ്ങളുടെ രക്തചുരുക്കം നമുക്കറിയാം, ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. പരസ്നേഹത്തിനെതിരായ എന്തെങ്കിലും കുറവുകൾ, തെറ്റുകൾ, വിശുദ്ധത്തിൽ അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള അവസരമാണ് അനുരഞ്ജനത്തിന്റെ കൂദാശ സ്വീകരണം. അനുരഞ്ജിതരായിട്ടാണ് കുട്ടികളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് സദാധിപൻ യേശുവോട് പറഞ്ഞു. ഈ ഒരു വാക്ക് അനുസരിച്ചാൽ മതി എന്റെ മകൻ സുഖപ്രാപിക്കും, എന്റെ പ്രത്യേക സുഖപ്രാപിക്കും. ഇങ്ങനെ വിശ്വാസത്തോടുകൂടി ആണ് നമ്മുടെ അയോഗ്യതയെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് നമ്മൾ അറിയേണ്ടത്. അതുപോലെ സ്നേഹത്തോടെയാണ്, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ സ്നേഹത്തോടെയാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങേണ്ടത്. ഏകാഗ്രതയോടെയാണ് അതിന് അറിയേണ്ടത്. ജീവിതം നവീകൃതനായ ഈ ജീവിതകാലം മുഴുവൻ തുടർന്നു കൊണ്ടുപോകാനുള്ള സന്നദ്ധതയോടു കൂടിയാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങേണ്ടത്. അതുപോലെ ബലി ജീവിതം, വിശുദ്ധ കുർബാന നമുക്കറിയാം ബലിയും വിരുന്നുമാണ്. ബലിയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണത്തിന്റെയും ബലിയർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ജീവിതശൈലി പടുത്തുയർത്താനായിട്ട് കടപ്പെട്ടവരാണ്. വിശുദ്ധ കുർബാനയെപ്പറ്റി പറയാറുള്ള ആത്മീയ ഭോജനമാണ്. നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പും പോഷണത്തിന് വേണ്ടി നമ്മളിന്ന് ആഹാരം കഴിക്കാറുണ്ട്. എന്നാൽ ആത്മാവിന്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഒരു വ്യക്തി മരണത്തിന് മുമ്പ് ഏറ്റവും അവസാനം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് തിരുപ്പാതയോ വിയാർത്തിക്കുമെന്ന് പറയാറുണ്ട്. ഇഹലോക ജീവിതത്തിൽ നിന്നും പരലോക ജീവിതത്തിലേക്കുള്ള യാത്രയിൽ അന്തിമമായിട്ട് സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിനാണ് നമ്മൾ വിയാർത്തിക്കും എന്ന് പറയുന്നത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ നമ്മുടെ ഉയർപ്പ് കാലഘട്ടത്തിലാണ്, യേശുവിന്റെ ഉയർപ്പിനെ അനുസ്മരിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലായത് അപ്പം മുറിച്ച് യേശു നൽകിയപ്പോഴാണ്. ആദിമ സഭയില് വിശ്വാസികൾ ഒന്നിച്ചു കൂടിയിരുന്നത് അപ്പം മുറിക്കൽ ശുശ്രൂഷ, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്,
അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വീടുകളിൽ ഒന്നിച്ചു കൂടിയിരുന്നു. പിന്നീടാണ് ദേവാലയങ്ങൾ ഉണ്ടായത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ശിഷ്യന്മാർ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. അങ്ങനെ ജ്വലിക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്. ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ഒരു മെത്രാപ്പൊലീത്തായുണ്ട്, ആർച്ച് റൊമേരിയോ. അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം സാമൂഹ്യ നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളികൾക്കൊന്ന് ഭരണം ചെയ്യാവുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വെടിവെച്ചു വീഴ്ത്തി അങ്ങനെ രക്തം ചീന്തി ബലിയപ്പെടത്തിന്റെ സമയത്ത് മരിച്ച ആർച്ച് ബിഷപ്പ് റൊമാനോയെ വിശുദ്ധ പദവിയിലേക്ക് അടുത്ത കാലത്ത് ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തെ ദിവ്യകാരുണ്യ രക്തസാക്ഷി എന്ന് സഭ വിളിക്കുകയാണ്. യേശു ഉറപ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ജീവന്റെ അപ്പമാണ്, ആത്മീയജീവന്റെ അപ്പമാണ് ദിവ്യകാരുണ്യം. യേശു പറഞ്ഞ ഇന്നത്തെ വായു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുടെ അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നത് എന്നേക്കും ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യത്തെ പറ്റി വളരെ വിശദമായിട്ടും ശക്തമായിട്ടും ഉറപ്പായിട്ടും യേശു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ബർണാഡ് പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സ്നേഹത്തെയും അതിലംഘിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യം. ജോൺ മരിയ വിയാനി ദിവ്യകാരുണ്യത്തെ പറ്റി പറയുന്നത്, വൈദികരുടെ മധ്യസ്ഥനും വിശുദ്ധനുമാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനി. അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും ഒരു കുർബാനയ്ക്കുള്ള വില ഉണ്ടാകുകയില്ല. ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും ഒരു പരിശുദ്ധ കുർബാനയ്ക്കുള്ള വില അതിനുണ്ടാകുന്നില്ല എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി സാക്ഷ്യപ്പെടുത്തുകയാണ്. മദർ തെരേസ പറഞ്ഞ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞാൻ എൻ്റെ പാവപ്പെട്ടവരെ കാണുന്നു, ഓർമ്മിക്കുന്നുവെന്നാണ്. മദർ തെരേസയ്ക്ക് പാപങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ആത്മീയതയെ എവിടെ നിന്നാണ് കിട്ടിയത്? വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ആലാപനയിലും ചിലവഴിച്ച് ആത്മീയമായിട്ടുള്ള ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് കാരുണ്യ പ്രവൃത്തികൾ, സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വിശുദ്ധയ്ക്ക് കഴിഞ്ഞത് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പോപ്പ് ബെനഡിക്ട് 16 പറയുകയാണ്, അവന്റെ രക്തം ദാനമാണത് സ്നേഹമാണ്. അവന്റെ രക്തം ദാനമാണത് സ്നേഹമാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ പറയുന്നത്, നാഥാൻ ഞങ്ങളോടൊത്ത് വസിക്കണമേ, നാഥാൻ ഞങ്ങളോടൊത്ത് വസിക്കണമേ. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നാഥൻ നമ്മോടൊത്ത് വസിക്കുകയാണ്. വിശ്വസഭയുടെ ഞങ്ങളായിരുന്ന അരിപ്പേ അദ്ദേഹത്തിന്റെ മാനസാന്തരത്തെ പറ്റി പറയുന്നത്, അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് കാരണമായ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. അദ്ദേഹം എന്റെ പിതാവ് മരിച്ചു, അത് കഴിഞ്ഞിട്ട് ആ വർഷം കുടുംബാംഗങ്ങളെല്ലാം കൂട്ടി ലൂർദിലേക്ക് പോവുകയാണ്. മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അപ്പൊ ലൂർദിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന പതിവുണ്ട്. അതൊരു നേർച്ചയായിട്ട് ആളുകൾ മുൻപുവണ്ടിയിൽ രോഗികളെ വലിക്കൊണ്ടൊക്കെ പോകുന്ന പതിവുണ്ട്. പിന്നെ തളർവാദ രോഗിയെ ഈ അരൂപ്പെ മെഡിക്കൽ വിദ്യാർത്ഥി അരൂപ്പെ മുന്തിക്കൊണ്ട് ദിവ്യകാരുണ്യം പ്രദർശനത്തിൽ പങ്കെടുക്കുകയാണ്. മെത്രാനച്ഛൻ വിശുദ്ധ കുർബാന ആശീർവദിച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ അത്ഭുതകരമായിട്ട് അരൂപ്പെ ശുശ്രൂഷ ചെയ്തിരുന്ന ആ രോഗി അത്ഭുതകരമായിട്ട് എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങി. അത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ടി. ആ അനുഭവമാണ് അരൂപ്പയെ ദിവ്യവിളി സ്വീകരിക്കാനായിട്ട് കഴിവുറ്റവരാക്കിയത്. അത് തനിക്ക് ഉത്പ്രേരണ നൽകി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി
വിശുദ്ധ ബലിയർപ്പിക്കാൻ വേണ്ടി, മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടി ഒരു വൈദികനാകാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അവസാനം വിശ്വസയുടെ ജനറാളായി ചൈനയിൽ അദ്ദേഹം ശുശ്രൂഷ ചെല്ലിക്കൊണ്ടു. ഒരു സംഭവം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയിൽ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന നാടുകളിൽ ജപ്പാനിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന നാടുകളിൽ ഒന്നാണ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് പൊട്ടിച്ചത്. അപ്പോൾ അരിപ്പയ്ക്കൊന്നും സംഭവിച്ചില്ല. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു, കെട്ടിടങ്ങളെല്ലാം പകർന്നു വീണു. അതിന്റെ അവശിഷ്ടങ്ങളിൽ ജീവനുള്ള ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആളുകളോടൊപ്പം അരിപ്പയും ഇതിലെ തകർന്ന സ്ഥലങ്ങളിലൂടെ കെട്ടിടത്തിന്റെ സമീപത്തുകൂടി കടന്നുപോയി. അപ്പോൾ ഒരു ശബ്ദം അരിപ്പ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാന അരിപ്പെ നൽകിയ നഗമുറ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു ആ ശബ്ദം ഉണ്ടായിരുന്നത്. അവിടെ ആളുകൾ രക്ഷപ്പെടുത്തി. അവൾ ആ ദിവ്യകാരുണ്യം ആവശ്യപ്പെട്ടു. ദിവ്യകാരുണ്യം അരിപ്പെ ഈ കുട്ടിക്ക് നൽകി, നഗമുറ എന്ന കുട്ടിക്ക് നൽകി. അവൾ അവസാനത്തെ ദിവ്യകാരുണ്യമായിരുന്നു. തിരുപ്പാതയമായിട്ട് അത് സ്വീകരിച്ച് ഒരു ശാന്തമായിട്ട് മരിച്ചു എന്നാണ് അരിപ്പയുടെ അനുഭവം വിവരിക്കുന്നത്. അപ്പോൾ ദിവ്യകാരുണ്യം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതെന്റെ ശരീരമാകും, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു വീഞ്ഞെടുത്ത് ആശീർവദിച്ച് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുകയും. യേശു പറയാണ്, ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുകയും. അപ്പോൾ സഭ എന്ന് പറയുന്നത് ദിവ്യകാര്യത്തിൽ കേന്ദ്രീകൃതമായി ആരാധിക്കുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് ദിവ്യകാര്യം സ്വീകരിച്ചു. അതുപോലെ ബന്ധവാട ക്ലാസ്സുകളിലൂടെ തങ്ങളുടെ വിശ്വാസം ജീവിതം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അവരെ കൃത്യമായിട്ട് ബന്ധപാഠത്തിൽ പറഞ്ഞ് അയക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും വീടുകളിൽ പ്രാർത്ഥന ചെയ്യാനും ചെല്ലാനും ഒക്കെ അവരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ പക്വതയിലേക്കുള്ള ആത്മീയമായ പക്വതയിലേക്കും നിറവിലേക്കുള്ള വളർച്ചയിൽ മാതാപിതാക്കൾ പ്രധാനപ്പെട്ട കണ്ണികളാണ്. മാതാപിതാക്കളോട് പറയുവാനുള്ളത്, മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി. മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ ശീലിക്കുന്നത്. അവരുടെ ജീവിത മാതൃകകൾ, കാരുണ്യ പ്രവർത്തികൾ, പരസ്പരമുള്ള ബഹുമാനം, സ്നേഹം, കൂട്ടായ്മ, ഇതൊക്കെയാണ് ഒരു കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ അമ്മമാരും ഉപ്പന്മാരൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ സ്നേഹത്തിലും കൂട്ടായ്മയിലും കുട്ടികളിൽ സന്മാർഗങ്ങൾ ജീവിക്കുമ്പോൾ അത് കണ്ട് കുട്ടികൾ ശീലിക്കും. അവരുടെ വളർച്ചയിൽ തീർച്ചയായും സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് നന്മ പറഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ നന്മയിൽ നിലനിൽക്കുക, പരസ്പരം ആദരിക്കുക, സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയും നല്ല വാക്കുകൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഈ കുട്ടികളുടെ കാര്യത്തെ പറ്റി പറയുമ്പോൾ കുട്ടികളെല്ലാവരും നല്ലവരാണ്. ഇവരുടെ കഴിവുകളിൽ വ്യതിരിക്തതയുടെ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഓരോ കുട്ടിയും ഇതിന്റെ ഭൗതിക വളർച്ചയനുസരിച്ച്, പ്രായമനുസരിച്ച് വളരുവാനും അതുപോലെ നന്നായിട്ട് പഠനത്തിൽ മികവ് കാണിക്കുവാനും വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ നന്മ പറഞ്ഞവരാണ്. ഇതൊരു ആരംഭമാണ്. ഈ വികാരം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളും ദിവസവുമാണ് ഇന്ന്. ഈ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വളർച്ചയിൽ ദൈവകൃപയുണ്ടാകാനും തങ്ങളുടെ മരണം വരെയും തങ്ങൾക്ക് ലഭിച്ച ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്താതെ, തകരാതെ, തളരാതെ ആ വിശ്വാസത്തിൽ മരണം വരെയും നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷ ഇന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തീയ സാക്ഷികളായിട്ട്, യേശുവിന്റെ അനുയായികളായിട്ട്, ദിവ്യകാര്യം സ്വീകരിക്കുന്നവരായിട്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാകും. നമ്മളെല്ലാവരെയും ദിവ്യകാര്യം ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.